ലക്ഷക്കണക്കിന് ഹദീസുകൾ പുറത്തേക്ക്. മുത്തവാത്തിറായ ഹദീസും അദ്ദേഹം സ്വീകരിക്കാത്ത അവസ്ഥയുണ്ട്. അതുവഴി നിരവധി ഹദീസുകളും ഇസ്ലാമിലെ തൗഹീദിന്റെ അടിസ്ഥാന വിശ്വാസവും പുറത്തേക്ക് പേരോടിന്റെ വിശ്വാസത്തിലേക്ക് എത്തുന്നു. 3, നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ പഠിപ്പിച്ച വിശ്വാസമാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും KNMന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമിയും എല്ലാം പഠിപ്പിക്കുന്നത്. 4, ഖബർ ശിക്ഷയെ അവർ നിഷേധിക്കുന്നു. ഖബർ ശിക്ഷ ഇല്ല എന്ന ചേകന്നൂരിന്റെ വാദത്തിലേക്ക് യഥാർത്ഥത്തിൽ എത്തിപ്പെട്ടിരിക്കുന്നു. 5, സിറാത്തിനെ അവർ തള്ളിയിരിക്കുന്നു. സിറാത്ത് ഇല്ല എന്ന് KNM ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 5, ദജ്ജാലിനെ KNM നിഷേധിക്കുന്നു. അബ്ദുസ്സലാം സുല്ലമിയുടെ വാദം ഏറ്റെടുക്കുക വഴി KNMന്റെ അബ്ദുറഹ്മാൻ സലഫിയുടെ TP കോയ മദനിയുടെ അനസ് മൗലവിയുടെ എല്ലാവരുടെയും വാദം ഇപ്പോൾ ദജ്ജാല് ഇല്ല, ദജ്ജാല് വരില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. 7, സിഹിറിന്റെ ഹദീസുകളെ നിഷേധിക്കുന്നു. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ കാഫിറാണെന്ന തത്വത്തിലേക്ക് എത്തുകയും അതുവഴി നമ്മുടെ മുഴുവൻ മുൻഗാമികളും കുഫറിലാണ് എന്ന് പറയുന്നിടത്തേക്ക് അവരെത്തിയിരിക്കുന്നു. 8, സിഹിർ പോലുള്ളതിന് പരിഹാരമായി അജുവ കാരക്കക്ക് മഹത്വമുണ്ടെന്ന് മുത്തനബി പറഞ്ഞതിനെ ഇവർ നിഷേധിച്ചിരിക്കുന്നു. ഷഫീഖ് അസ്ലമിന്റെ ആ നിഷേധം ഏറ്റെടുക്കുക വഴി അബ്ദുറഹ്മാൻ സലഫിയും TPയും എല്ലാവരും KNMും KJയുവും ഇപ്പോൾ ഈ വാദത്തിലാണ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. 9, സംഗീതത്തെ ഹലാലാക്കിയിരിക്കുന്നു. അമാനി മൗലവി തഫ്സീറിൽ നിഷിദ്ധമെന്ന് പറഞ്ഞ ശരിയല്ലെന്ന് പറഞ്ഞ ആ സംഗീതത്തെ തള്ളുക വഴി നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തെ ഇവർ തള്ളിയിരിക്കുന്നു. 10, ഈശ വെള്ളത്തിൽ വീണാൽ അതിന്റെ ഒരു ചിറക് വീണാൽ മറ്റേത് മുക്കണമെന്ന ഹദീസിനെ ബഹുമാനനായ എന്റെ ഗുരുനാഥൻ അബ്ദുസ്സലാം സുല്ലമി തള്ളിയിരിക്കുന്നു. KNMന്റെ കൂടെ നേതൃത്വത്തിലേക്ക് അവർ ഒന്നിച്ച് ഐക്യത്തിലായതോടുകൂടെ ഈ വിഷയത്തെയും അവർ തള്ളിയിരിക്കുന്നു. പിശാചുബാധയെക്കുറിച്ച് അമാനി മൗലവി തഫ്സീറിൽ പറഞ്ഞിട്ടുണ്ട്. KJയു അത് അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല KM മൗലവി അത് അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫത്വയിൽ യുവതയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പോരാത്തതിന് നിങ്ങൾ കേട്ടോ, CM മൗലവി ഈ വിഷയത്തിൽ ജിന്ന് ശരീരത്തിൽ കയറിയാൽ ആളുകൾ അന്യഭാഷ സംസാരിക്കുമെന്ന് വരെ എഴുതിയിട്ടുണ്ട്. ഈ വാദം ഇപ്പോൾ ഇവർ മൊത്തത്തിൽ തള്ളിയിരിക്കുന്നു. ഡോക്ടർ ഉസ്മാൻ സാഹിബ് അടക്കമുള്ളവർ എഴുതിയ വാദത്തെ അവർ തള്ളിയിരിക്കുന്നു. മാത്രമല്ല 12ാമത്തത് സംസമിന്റെ മഹത്വത്തെ അവർ തള്ളിയിരിക്കുന്നു. സംസമിന്റെ മഹത്വത്തെ നിരാകരിച്ചിരിക്കുന്നു. അത് മൗദൂആയ ഹദീസാണെന്ന പുത്തൻ വാദം കൊണ്ടുവന്നിരിക്കുന്നു. ഹജറുൽ അസ്വദിന്റെ കേട്ടോ, ഹജറുൽ അസ്വദിന്റെ സാധാരണ മുസ്ലിം സമൂഹത്തിൽ തർക്കമേയില്ലാത്ത ഹജറുൽ അസ്വദും സംസവും വരെ തള്ളിയിരിക്കുന്നു. KNMന്റെ വാദം ഇപ്പോൾ ഇതാണ്. താടിയെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു. 14, താടിയെ പരിഹസിക്കുന്ന വരികൾ ഇവരുടെ മജീദ് സ്വലാഹി എഴുതി. പോരാത്തതിന് മടൂർ വിഭാഗം നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അബ്ദുസ്സലാം സുല്ലമി അത് ശരിയല്ലെന്ന് പറയുന്നു. ഇപ്പോൾ KNMന്റെ വാദം ഇതിലേക്ക് എത്തിയിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ച് പൊട്ടിച്ച സംഭവം ഷെയ്ഖ് മുഹമ്മദ് മൗലവി വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊക്കെ ജനിക്കും മുമ്പ് അൽമനാനിൽ അസ്രായിലിന്റെ കണ്ണ് എന്ന വിഷയത്തിൽ എഴുതിയിരുന്നു. അത് ബുദ്ധി കൊണ്ടുള്ള അമിത കളി വേണ്ട എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ CP ഉമർ സുല്ലമി അടക്കമുള്ളവർ നിഷേധിച്ച നിഷേധം ഇന്ന് KNM ഏറ്റെടുത്തിരിക്കുന്നു. ബദറിലും ഖന്തക്കിലും മലക്കുകൾ ഇറങ്ങിയിട്ടില്ല എന്ന വാദത്തിലേക്ക് വരുത്തിയിരിക്കുന്നു. കണ്ണേറിന്റെ ഹദീസ് അത് സ്വഹീഹാണെന്നും ബുദ്ധി ഇല്ലാത്തവരെ അതിനെ നിഷേധിക്കൂ എന്നും അമാനി മൗലവി എഴുതിയത് ഇവർ തള്ളിയിരിക്കുന്നു. ഹദീസുകളിൽ, ഖുർആനിൽ, തഫ്സീറുകളിൽ ഉള്ള വിഷയത്തെ ഇവർ നിരാകരിച്ചിരിക്കുന്നു. റമളാൻ കഴിഞ്ഞ് നിങ്ങളെടുത്ത 6 നോമ്പില്ലേ, അത് ഇല്ല എന്നാണ് ഇവരുടെ വാദം. സലാം സുല്ലമിയുടെ ആ വാദം KNM ഏറ്റെടുത്തിരിക്കുന്നു. ഈസാ അലൈഹിസ്സലാമയുടെ ഇറക്കം അദ്ദേഹം വരുമെന്നതിനെ സലാം സുല്ലമി നിഷേധിക്കുന്നു. അത്തൗഹീദ് പത്രികയിലൂടെയാണ് അത് നിഷേധിച്ചത്. നിങ്ങൾക്ക്